Very good morning to one and all, and warm welcome to our 13th online class. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഗ്രീൻ ഗവേണൻസും രണ്ടാമത്തത് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. അതിലെ ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അത് ഗ്രീൻ ഗവേണൻസ് ആണ്. ഈ ഗ്രീൻ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഒരു അപ്ലിക്കേഷൻ നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജിയോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻ 4, സെക്ഷൻ 13 അതൊക്കെയാണ് നമുക്ക് ഈ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ എന്താണ് ഗ്രീൻ ഗവേണൻസ് എന്നുള്ളതും എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രീൻ ഗവേണൻസിൻ്റെ റോൾ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് നൗ അഡോപ്റ്റഡ് ബൈ ഓൾ ഓർഗനൈസേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ആരൊക്കെയാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, എല്ലാ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇവരെല്ലാം ചേർന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടി അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് നമ്മുടെ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത്. എൻവയൺമെൻറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ആസ്പെക്റ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു എൻറ്റിറ്റിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയതായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിന് മാക്സിമം ബെനിഫിറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഗ്രീൻ ഇനീഷ്യേറ്റ്സ് which are practiced everywhere is now extended to corporate governance also. അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ എന്ന് പറയുന്ന ടേം കോർപ്പറേറ്റ് ഗവേണൻസിലെ എല്ലാ എൻറ്റിറ്റീസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. Provisions of Information Technology Act are much helpful to practice green governance in organization. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത് കൊണ്ടുവരാൻ, ക്രിയേറ്റ് ചെയ്യാൻ ആരാണ് സഹായിക്കുന്നത്? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ട് ആണ് സഹായിക്കുന്നത്. Section 4 of the Information Technology Act provides that where any law provides that information or any other matter shall be in writing or in the typewritten or printed form, then notwithstanding anything contained in such law, such requirement shall be deemed to have been satisfied if such information or matter is, first one, rendered or made available in an electronic form. Second one, that is B, accessible so as to usable for a subsequent reference. Thus, IT Act legally recognize the use of electronic records instead of paper records. അപ്പോൾ ഈ ഗ്രീൻ ഗവേണൻസോട് കൂടി നമ്മുടെ ഗ്ലോബലൈസേഷൻ്റെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി IT ആക്ട് പ്രകാരം എല്ലാ പേപ്പർ റെക്കോർഡ്സും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രോണിക്കൽ റെക്കോർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഗ്രീൻ ഗവേണൻസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 4 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെക്ഷൻ 4 എന്ന് പറയുന്നത് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലീഗലായിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എവിടെയാണോ ഈ ലോ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്, ആ ഏരിയയിലാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 4 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇൻഫോർമേഷൻ or any other matter should be in writing or in typewritten or printed form. മുമ്പുണ്ടായിരുന്ന പ്രിൻ്റഡ് ഫോമിലോ അല്ലെങ്കിൽ ടൈപ്പ് റിട്ടൺ ഫോമിലോ അതല്ലെങ്കിൽ റൈറ്റിങ്ങിലായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും എല്ലാ മാറ്റേഴ്സിനെയും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രോണിക് മാർഗമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് കണ്ടെയ്ൻഡ് ഇൻ സച്ച് ലോ സച്ച് റിക്വയർമെൻറ്റ് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ്. ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കുമ്പോൾ അതിന്
ആ റിട്ടൺ ഫോമിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ടൈപ്പ് റിട്ടൺ ഫോമിലിരിക്കുമ്പോൾ അതല്ലെങ്കിൽ പ്രിൻ്റഡ് ഫോമിലിരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്തായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്, ഇലക്ട്രോണിക് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് റെൻഡേർഡ് ഓർ മെയ്ഡ് അവൈലബിൾ ഇൻ ആൻ ഇലക്ട്രോണിക് ഫോം. അപ്പോൾ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് റിട്ടൺ ഫോമും ടൈപ്പ് റിട്ടൺ ഫോമും പ്രിൻ്റഡ് ഫോമും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏത് ഫോമിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആക്സസിബിൾ സോ ആസ് ടു ബി യൂസബിൾ ഫോർ എ സബ്സിക്വൻറ്റ് റെഫറൻസ്. അത് എന്തായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, സബ്സീക്വൻ്റ് ആയിട്ടുള്ള റെഫറൻസ് ആണ്, പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രോണിക് ഫോം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ IT ആക്ടിൽ സെക്ഷൻ 4 എന്ന് പറയുന്നതിൽ മുമ്പുണ്ടായിരുന്ന പഴയ സിസ്റ്റം എഴുതിയതോ അല്ലെങ്കിൽ ടൈപ്പ് റിട്ടൺ ആയിട്ടുള്ള പ്രിൻ്റഡ് ഫോമിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കി മാറ്റി, ഇലക്ട്രോണിക് ഫോമാക്കി മാറ്റി. അതോടൊപ്പം തന്നെ അത് പിന്നീട് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ഒരു IT ആക്റ്റാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. Similarly, Section 5 of the Information Technology Act legally recognized digital signature in place of ordinary handwritten signature. ഇനി സെക്ഷൻ 5 ഈ ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കിയപ്പോൾ അതിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് എന്തൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു റിപ്പോർട്ട് ഉണ്ടായിക്കോട്ടെ അത് സൈൻ ചെയ്താൽ മാത്രമേ അതിനൊരു വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കിയപ്പോൾ നമ്മൾ കൈകൊണ്ട് എഴുതി ഒപ്പിടുന്നതിന് പകരം അതെന്ത് സിഗ്നേച്ചർ ആക്കിയിട്ട് മാറ്റി, സെക്ഷൻ 5 പ്രകാരം ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 5 പ്രകാരം അതൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. As a result, all documents can be authenticated by affixing digital signature as may be prescribed by the central government. Central government എവിടെയൊക്കെയാണോ സിഗ്നേച്ചർ ആവശ്യമുള്ളത് അവിടെയൊക്കെ, അതായത് ഒരു ഓതൻറ്റിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എവിടെയൊക്കെയാണോ സിഗ്നേച്ചർ വെക്കേണ്ടത് അവിടെയൊക്കെ എന്ത് തരത്തിലുള്ള സിഗ്നേച്ചർ വെക്കണം, അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ആസ് പെർ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ചെയ്യേണ്ടത്. Section 13 of the Information Technology Act deals with the time and place of dispatch and receipt of electronic records. അതോടൊപ്പം തന്നെ അക്കോർഡിംഗ് ടു സെക്ഷൻ 13 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം എപ്പോഴാണ് അത് ഡെസ്പാച്ച് ചെയ്യണമെന്നും അതുപോലെ തന്നെ ആ ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ റെക്കോർഡ് അല്ലെങ്കിൽ റിപ്പോർട്ട് അത് എപ്പോഴാണ് റിസീവ് ചെയ്യുന്നത് ആ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡിക്കലായിരിക്കണം. അപ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 13 പ്രകാരം ടൈം ആൻഡ് പ്ലേസ് ഓഫ് ഡെസ്പാച്ച്, എപ്പോഴാണ് എവിടെ നിന്നാണ് ഡെസ്പാച്ച് ചെയ്യണമെന്നുള്ളതും എപ്പോഴാണ് അത് റിസീവ് ചെയ്യണമെന്നുള്ളതും റെക്കോർഡിക്കലി ആക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ an electronic record is deemed to be dispatched at the place where the originator has his place of business and is deemed to be received at the place where the addressee has his place of business. എവിടെ നിന്നയക്കണം, ആരാണ് ഇത് റിസീവ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് സെക്ഷൻ 13 പ്രകാരം പറയുന്നത്. അതായത് അയക്കേണ്ട ആൾ എവിടെയാണോ ഒറിജിനേറ്റർ ഓഫ് ദ ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ ഒറിജിനേറ്റർ അവിടെ നിന്നായിരിക്കണം ഈ റെക്കോർഡ്, ഇലക്ട്രോണിക് റെക്കോർഡ് ഡെസ്പാച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എവിടെയാണ് റിസീവ് ചെയ്യേണ്ടത്, എവിടെയാണോ ആ അഡ്രസ്സിയുടെ ബിസിനസ് ഉള്ളത് ആ ലൊക്കേഷനിലായിരിക്കണം റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് അയക്കണം, എവിടേക്കാണ് ലഭിക്കേണ്ടത് ഈ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഒറിജിനേറ്റർ ഓഫ് ദ ബിസിനസ്സിൽ നിന്നാണ് അയക്കേണ്ടത്. അഡ്രസ്സി ആരെയാണോ നോട്ട് ചെയ്തിട്ടുള്ളത് ആ അഡ്രസ്സിയുടെ ബിസിനസ് എവിടെയാണോ അവിടെയാണ് റിസീവ് ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 81 ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഹാവ് ഓവർ റൈഡിംഗ് ഇഫക്റ്റ്. എന്താണ് ഈ ഓവർ റൈഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്? ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ ഹാവ് ഇഫക്റ്റ് നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് എനി ഇൻകൺസിസ്റ്റൻറ്റ് ദെർവിത്ത് കണ്ടെയ്ൻ ഇൻ എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. വേറൊരു സമയമോ അല്ലെങ്കിൽ വേറൊരു നിയമമോ ഇതിനോട് റിലേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓവർ റൈഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വരുന്നില്ല. അതായത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ ഹാവ് ഇഫക്റ്റ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഒന്നും വരുന്നില്ല. എന്തിനോട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട്? ദാറ്റ് ഈസ് കണ്ടെയ്ൻ ഇൻ എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അതുകൊണ്ടാണ് അതിനെ കറക്റ്റായിട്ട് പറയുന്നത് ഓവർ റൈഡിങ് ഇഫക്റ്റ് വരുന്നില്ല. ഇൻഫർമേഷൻ ടെക്നോളജി സെക്ഷൻ 81 പ്രകാരം നമ്മളോട് പറയുന്നത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു അതർ ലോ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതിൽ മാറ്റമുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 13 പറയുന്ന കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം.
The Ministry of Corporate Affairs has taken a green initiative in the corporate governance by allowing paperless compliance by the companies after considering the provisions of the Information Technology Act. അപ്പോൾ ഇവിടെ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ മിനിസ്ട്രിയിലേക്ക് ആ ഒരു ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോടുകൂടി ഒരു ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്, അതായത് പേപ്പർലെസ് കംപ്ലയൻസ് എന്ന് പറയുന്നത്, റെക്കോർഡിക്കലായിട്ട് പേപ്പർ എന്ന് പറയുന്നതിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്കൽ റെക്കോർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഒരു ആക്ട് എന്ന് പറയുന്നത് ഗ്രീൻ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് ആര് നടപ്പിലാക്കുന്നത്? ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത്. Sending copies of the balance sheet and profit and loss account, auditor's report, etc. to the members of the company as required through electronic media to their email address. അതുപോലെ തന്നെ ഈ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്, അതോടൊപ്പം ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടും ഓരോ മെമ്പേഴ്സ്, ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആരൊക്കെയുണ്ടോ അവർക്ക് ഇമെയിൽ വഴിയായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ മീഡിയ വഴിയായിട്ട് ഈ ഡോക്യുമെൻറ്റ്സ്, ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ അയച്ചിരിക്കണം. Besides, the website of the company should display the full text these documents. അതോടൊപ്പം തന്നെ ഏതിലും കൂടി പബ്ലിഷ് ചെയ്തിരിക്കണം, ആ കമ്പനിയുടെ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്തിരിക്കണം. Now it is also allowed members to attend the general meeting of a company through electronic mode like video conferencing. അതുപോലെ തന്നെ ഇപ്പോൾ ജനറൽ മീറ്റിംഗ്, ഇപ്പോൾ COVID-19 ആ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് ഒരു ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് നടത്താനായിട്ട് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ നടത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് മീഡിയയുടെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ കോൺഫറൻസിങ് വഴിയായിട്ടാണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക് മോഡ് വഴി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. Registrar of companies have to issue a number of certificates to the companies and other stakeholders. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രാർ ഒരു കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ ആ ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ്സ് ആക്കി എല്ലാ സർട്ടിഫിക്കറ്റിനെയും ആര് മാറ്റിയിട്ടുണ്ട്? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മാറ്റിയിട്ടുണ്ട്. അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഈ സർട്ടിഫിക്കറ്റ്സ് കമ്പനിയോട് ബന്ധപ്പെട്ടുള്ളത് എല്ലാതും ഏത് വഴിയാണ് കൊടുക്കുന്നത്? ഇലക്ട്രോണിക് മീഡിയ വഴിയായിട്ടാണ് കൊടുക്കുന്നത്. As part of green governance, it has been decided that all certificates and letters can be issued electronically under the digital signature. അതുകൊണ്ട് ഗ്രീൻ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ലെറ്റേഴ്സ് അയക്കുന്നുണ്ടോ അതെല്ലാം ഏത് വഴിയാക്കി? ഇലക്ട്രോണിക്കൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് ആണ് എല്ലാ ഈ സർട്ടിഫിക്കറ്റുകളും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുമ്പുണ്ടായിരുന്ന ഓൾഡ് മെത്തേഡായിട്ടുള്ള റിട്ടൺ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൈപ്പ് റിട്ടൺ ഓർ പ്രിൻ്റഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏത് മീഡിയം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്? ഇലക്ട്രോണിക്കൽ റിപ്പോർട്ട്സ് ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോണിക്കൽ റിപ്പോർട്ട്സ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത് സെക്ഷൻ 4, സെക്ഷൻ 5, അതുപോലെ തന്നെ സെക്ഷൻ 13, സെക്ഷൻ 81 എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്റ്റിൽ പറയുന്ന ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സെക്ഷൻ 4 പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പുണ്ടായിരുന്ന ഈ റിട്ടൺ ഡോക്യുമെൻറ്റിനെയൊക്കെ മാറ്റി ഇലക്ട്രോണിക്കൽ ഫോമുകളാക്കുകയും അതുപോലെ തന്നെ സബ്സീക്വൻറ്റ് റെഫറൻസിന് വേണ്ടി ഈ ഇലക്ട്രോണിക്കൽ റിപ്പോർട്ട്സ് യൂസ് ചെയ്യുന്നതാണ് സെക്ഷൻ 4 എന്ന് പറയുന്നത്. സെക്ഷൻ 5 പറയുന്നത് നമ്മൾ റിട്ടൺ ആയിട്ട് സിഗ്നേച്ചർ ഇട്ടുന്നതിന് പകരം അത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് സെക്ഷൻ 5 പറയുന്നത്. സെക്ഷൻ 13 പറയുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്നതിന് അതിൻ്റെ ടൈം അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡെസ്പാച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് പറയുന്നത്.
സെക്ഷൻ 81 പറയുന്നത് ഓവർ റൈഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ആക്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് സെക്ഷൻ 81 പ്രകാരം പറയുന്നത്. ഈ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നതിനെ മാനേജ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ഒരു ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് അതുപോലെ തന്നെ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നതും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം ഏത് വഴി അയച്ചു കൊടുക്കണം? ഓൺലൈൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അത് അയക്കുകയും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ജനറൽ മീറ്റിങ്ങിൽ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോൺഫറൻസിങ് വഴി അവർക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എനി സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഈ സർട്ടിഫിക്കറ്റുകളാണ് ഇൻവെസ്റ്റേഴ്സിനായാലും അതുപോലെ തന്നെ കമ്പനിക്കായാലും ഇഷ്യൂ ചെയ്യുന്നത്. ഇത്രയുമാണ് ഗ്രീൻ ഗവേണൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇന്നത്തെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ എത്രത്തോളം ഇൻ്റർവെൻഷൻ നടത്താനായിട്ട് സാധിക്കും, എത്രത്തോളം അവർക്ക് ആ മാനേജ്മെൻറ്റ് അഫയേഴ്സിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ളത് തന്നെയാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ പല സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർ ഒരു പ്രൊഫഷണൽ ടാലൻറ്റ് ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്നുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് ഈ ഡെയിലി റണ്ണിങ്ങിന് വേണ്ടി അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സാധാരണഗതിയിൽ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഎഫിഷ്യൻ്റ് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. എന്നുണ്ടെങ്കിലും ഒരു മോണിറ്ററിങ് എന്ന് പറയുന്നത് ആര് ചെയ്തിരിക്കണം? ഈ ഷെയർ ഹോൾഡേഴ്സ് ചെയ്തിരിക്കണം. അതായത് ഡയറക്ടേഴ്സ് അവർ മാനേജ് ചെയ്യുമ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനും കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കും അവരൊരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെയുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്കുകൾ ഇല്ലാതെയാക്കാൻ ചില സമയത്ത് ഈ ഇൻ്റർവെൻഷൻ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇഫക്റ്റീവ് ആവാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നമുക്ക് എന്തറിഞ്ഞിരിക്കണം? എന്താണ് ഈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം? ഇത്രയേ ഉള്ളൂ. അതിൽ മാനേജ്മെൻറ്റിൽ ഒരു കമ്പനിയുടെ റണ്ണിങ് എന്ന് പറയുന്നതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻ്റർവെൻഷനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, ഓൾസോ കോൾഡ് ഇൻവെസ്റ്റർ ആക്ടിവിസം, ഈസ് ദ ഇൻ്റർവെൻഷൻ ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ റണ്ണിങ് ഓഫ് എ കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുടെ റണ്ണിങ് എന്ന് പറയുന്നതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻ്റർവെൻഷനെയാണ് എന്തായിട്ട് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആക്ടിവിസം എന്ന് പറയുന്നത്. A listed company is usually run by the directors and shareholders usually have little role in the running of the company. ഒരു കമ്പനി ലിസ്റ്റഡ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റണ്ണിങ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് വളരെ ചെറിയൊരു പ്രാധാന്യം മാത്രമേ ആ റണ്ണിങ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കുള്ളൂ. Shareholders usually simply vote at the annual general meeting and even those votes are largely cast line with a management recommendation. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മാത്രമേ ആർക്ക് സ്ഥാനമുള്ളൂ? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് സ്ഥാനമുള്ളൂ. അതോടൊപ്പം തന്നെ അവരുടെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ കാര്യമായിട്ടുള്ള പ്രാധാന്യമൊന്നും ആർക്കില്ല? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനില്ല. അവിടെ ഒരു വോട്ടിംഗ് റൈറ്റ്, ഒരു തീരുമാനം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ ഇവരുടെയും കൂടിയും ഒരു കൺസെൻറ്റ് ലഭിച്ചിട്ട് മാത്രമേ മാനേജ്മെൻറ്റിന് ആ ഒരു റെക്കമെൻഡേഷൻ ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുള്ളൊരു വോട്ടിംഗ് റൈറ്റ് ആണ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന്
വാങ്ങിക്കുന്നത്. അതിൽ കൂടുതലൊരു സ്ഥാനം ഷെയർ ഹോൾഡേഴ്സിന് സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഡെയിലി റണ്ണിങ് എന്ന് പറയുന്നതിൽ ഇല്ല എന്നുള്ളതാണ്. Investor activism can be defined as a shareholder or group of shareholders in a publicly traded company that tries to make changes in management and or operations in a way that suits the shareholders' interest. Shareholders' interest എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെക്യൂരിറ്റി, ഒരു ഇമ്പോർട്ടൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റർ ആക്ടിവിസം എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റർ ആക്ടിവിസം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള കമ്പനി ആയിരിക്കണം? ഒരു പബ്ലിക്ലി ട്രേഡഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ആ മാനേജ്മെൻറ്റിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഒരു ഇൻട്രസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻവെസ്റ്റർ ആക്ടിവിസം എന്ന് പറയുന്നത്. An activist shareholder is a large stakeholder who attempts to gain control of a company and replace its management. അപ്പോൾ ഒരു ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ ഈ പറയുന്ന ഒരു താല്പര്യമുള്ള ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? An activist shareholder is a large stakeholder who attempts to gain control of a company and replace its management. ആ കമ്പനിയുടെ കൺട്രോൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരാളായിരിക്കണം? ലാർജ് സ്റ്റേക്ക് ഹോൾഡർ ആയിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ആ കമ്പനിയുടെ കൺട്രോളിംഗ് എന്ന് പറയുന്നതിൽ ഒരു മെയിൻ റോള് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാനും ആർക്ക് സാധിക്കും? ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡറിന് സാധിക്കും. This generally occurs when the activist is dissatisfied with the management. എപ്പോഴാണ് ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ ആക്റ്റീവായിട്ട് പുറത്തേക്ക് വരുന്നത്? അവിടുത്തെ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുമ്പോഴാണ് ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. Activist investors deliberately acquire substantial portion of shares in certain companies and therefore exercise enough influence that the company often must listen to them. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ആൾ ലാർജ് സ്റ്റേക്ക് ഹോൾഡർ ആയിരിക്കണം. അവിടുത്തെ നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൽ ആ ഫണ്ടിൽ കൂടുതൽ എമൗണ്ട് ആരുടെ ആയിരിക്കണം? ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് അഫെയേഴ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുപോലെ തന്നെ ആ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കുള്ളൂ. Activist investors may be motivated by ethical concerns. They may want the company to pay its workers better. For example, more often they wish to change the company in a way that will maximize their own return. അപ്പോൾ ഷെയർഹോൾഡേഴ്സ് ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്? ആ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ വരികയും അവർക്ക് ഇതിൽ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിലാണ് ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന് മാനേജ്മെൻറ്റിൽ കയറി പറ്റാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ അവരെടുക്കുന്ന അവരുടെ മെറ്റീരിയൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? എത്തിക്കൽ കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മാനേജ്മെൻറ്റിൽ അത് നടപ്പിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിന് ഒരു ബെറ്റർ റെമ്യൂണറേഷൻ കൊടുക്കണമെന്ന് ആ ഒരു ഇൻവെസ്റ്റർ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് എങ്ങനെയുള്ളൊരു ഫാക്ടറാണ്? ഒരു എത്തിക്കലായിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് ഒരു വർക്കേഴ്സ് എംപ്ലോയീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അത്ര ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് അല്ല എന്ന് ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റർക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രോളിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൽ നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവരുടെ മാക്സിമം റിട്ടേൺ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ ഇൻവെസ്റ്റേഴ്സും വാല്യൂ അഡീഷനാണ് എയിം ചെയ്യുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വാല്യൂ മാക്സിമൈസേഷനാണ്. അപ്പോൾ ഈ വാല്യൂ മാക്സിമൈസേഷനായിട്ട് പുതിയൊരു ഡിസിഷനാണ് മാനേജ്മെൻറ്റിൽ എടുക്കേണ്ടത് എന്നുണ്ടെങ്കിലും ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ മാനേജ്മെൻറ്റിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും.
Activist investors may be investment companies, institutional investors, shareholder groups, or even wealthy individual shareholders. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ആ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? വെൽത്തി ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ ആയിരിക്കണം. ആ പേഴ്സൺ എന്ന് പറയുന്നത് വെൽ മോണിറ്ററിലി സൗണ്ട് പേഴ്സൺ ആയിരിക്കും. അതേസമയം ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പായിരിക്കാം ഇവിടെ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സായിട്ട് റോള് പ്ലേ ചെയ്യുന്നത്. So activist investors are likely to vote against the management, possibly at a meeting forced by themselves. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു വോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവർ വോട്ട് ചെയ്യുന്നുണ്ടാവുക? മാനേജ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ പോസിബിളി അറ്റ് മീറ്റിംഗ്സ് ഫോഴ്സ്ഡ് ബൈ ദംസെൽഫ്, അവരുടെ ഒരു ഫോഴ്സിലായിരിക്കും ചിലപ്പോൾ എന്ത് നടക്കുന്നുണ്ടാവുക? ആ മീറ്റിങ്ങിൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ടാവാം. Activist shareholders are also likely to put pressure on management to take or refrain from the various actions. അപ്പോൾ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആ മീറ്റിങ്ങിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് വെക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ആ മാനേജ്മെൻറ്റിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു നടപടികളാണ് ആ മീറ്റിങ്ങിൽ നടക്കുന്നത്. So activist shareholders may do the following things to gain control. അതുകൊണ്ട് തന്നെ ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആ മാനേജ്മെൻറ്റ് കൺട്രോൾ അവരിലേക്ക് വരുത്താനായിട്ട് താഴെ പറയുന്ന 4 കാര്യങ്ങളാണ് അവർ സാധാരണഗതിയിൽ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേതൊക്കെയാണ്? ഫോഴ്സ് ദ സ്പിൻ ഓഫ് ബിസിനസ് ഓർ ദ കംപ്ലീറ്റ് ബ്രേക്കപ്പ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ കംപ്ലീറ്റ് അവരെ ഒഴിവാക്കുക, നെഗ്ലക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോഴ്സ് ദ സ്പിൻ ഓഫ് ദ ബിസിനസ്സിൻ്റെ സ്പിൻ ഓഫ്, കറക്കത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? എഫക്റ്റ് ചെയ്യിപ്പിക്കുക. രണ്ടാമത്തത് ബ്ലോക്ക് ടേക്ക് ഓവേഴ്സ് ഓർ ലിമിറ്റ് ദ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് ഓക്കേഴ്സ്. അതുപോലെ തന്നെ ആരാണോ അത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു വരുന്നവർ അവരെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പ്രൈസ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക. തേർഡ് വൺ, ലിമിറ്റ് ദ ഡയറക്ടേഴ്സ് പേ ആൻഡ് ഫയർ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. ലാസ്റ്റ് വൺ, ഫോഴ്സ് എ ചേഞ്ച് ഓഫ് ദ സ്ട്രാറ്റജി. ഒരു കമ്പനിയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചേഞ്ച് ആക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സാധാരണഗതിയിൽ യൂഷ്വൽ ആയിട്ടുള്ളൊരു ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൽ മാറ്റം വരുത്തുന്നത് ഈ 4 കാര്യങ്ങളാണ്. അതായത് ഒരു ഗ്രൂപ്പ് ആരാണോ അവിടെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ഗ്രൂപ്പിനെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് വരുന്ന, ഇപ്പോൾ ഈ കമ്പനീനെ ഇല്ലാതെയാക്കിക്കൊണ്ട് അതിനെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യുകയും അവർ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നതിനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. തേർഡ് വണ്ണായിട്ട് പറയുന്നത് ഡയറക്ടേഴ്സിനെ കൂടുതലായിട്ട് പ്രൊവോക്കേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഒരു നടപടി എടുക്കുക. ലാസ്റ്റ് വരുന്നത് സ്ട്രാറ്റജി, ഒരു കമ്പനിയുടെ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താനായിട്ട് ഫോഴ്സ് ചെയ്യുക. ഇത്രയുമാണ് നമ്മളുടെ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഒരു മാനേജ്മെൻറ്റിൽ അവരുടെ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന നടപടികൾ. ഷെയർ ഹോൾഡർ ആക്ടിവിസം ഈസ് വൺ ഓഫ് ദ 3 basic strategies of socially responsible investing, including screening and community investing. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത് 3 ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് ഫോളോ ചെയ്യുന്നത്. അതായത് സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതും സ്ക്രീനിങ്, കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റിംഗ്, ഈ 3 കാറ്റഗറിയിലാണ് ഈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്കലായിട്ട് നടപ്പിലാക്കുന്നത്. Of the 3, it is the approach that involves the most communication between equity owners and a company's management. ഇവിടെ ഈ നമ്മൾ 3 സ്ട്രാറ്റജി പറഞ്ഞത് അത് ഏതൊക്കെയാണ്? റെസ്പോൺസിബിൾ ഇൻവെസ്റ്റിംഗ്, ഇൻക്ലൂഡിങ് സ്ക്രീനിങ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതിൽ ഇവർ കൂടുതലായിട്ട് നടത്തുന്ന ഫോക്കസിങ് എന്ന് പറയുന്നത്, അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ അപ്രോച്ച് ദാറ്റ് ഇൻവോൾവ്സ് ദ മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇക്വിറ്റി ഓണേഴ്സ് ആൻഡ് ദ കമ്പനീസ് മാനേജ്മെൻറ്റ്. കമ്പനി മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ഇക്വിറ്റി ഓണേഴ്സും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ
അവർ ആദ്യം നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എക്സസൈസിങ് ദെയർ പ്രോക്സി വോട്ട്, അറ്റൻഡിങ് ആനുവൽ മീറ്റിംഗ് കറസ്പോണ്ടിങ് വിത്ത് ദ മാനേജ്മെൻറ്റ് ആൻഡ് സബ്മിറ്റിംഗ് റെസൊല്യൂഷൻസ്. സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ മേക്ക് ദെയർ priorities known to the directors and the managers of the company and try to influence corporate behavior. പിന്നെ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോക്സി വോട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുക. അതുപോലെ തന്നെ ആനുവൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവരത് പ്രോപ്പറായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. മാനേജ്മെൻറ്റായിട്ട് റെഗുലറായിട്ടുള്ള ഒരു കറസ്പോണ്ടൻസ് നടത്തുക. ആ കറസ്പോണ്ടൻസ് ത്രൂ അവരെന്ത് ചെയ്യുന്നു, ഡിഫറൻ്റായിട്ട് വരുത്തേണ്ട റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യുകയും സോഷ്യലി റെസ്പോൺസിബിൾ ഇൻവെസ്റ്റേഴ്സാണ്, അതായത് പബ്ലിക് ഇൻട്രസ്റ്റഡ് ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ കൊടുക്കുന്ന പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് ആ പ്രയോറിറ്റി എന്താണോ അതിനെക്കുറിച്ച് ഡയറക്ടേഴ്സിനെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ആ ഡയറക്ടേഴ്സിനെയും മാനേജേഴ്സിനെയും ഈ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരെ അറിയിക്കുകയും അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് ഇവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ബിഹേവിയറിൽ ഒരു ഇൻഫ്ലുവൻസ്, അതിലൊരു മാറ്റം വരുത്തേണ്ടത്. കോർപ്പറേറ്റ് ബിഹേവിയറിൽ എന്ത് സ്ട്രാറ്റജിയാണോ മുമ്പ് മാനേജ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താനായിട്ട്, ഒരു കോർപ്പറേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് മാറ്റം വരുത്താനുള്ള തീരുമാനങ്ങളാണ് ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത്. ദ ട്രസ്റ്റ് ഫോർ എ ഷെയർ ഹോൾഡർ ആക്ഷൻ ക്യാൻ വാരി. പക്ഷേ ഒരു ട്രസ്റ്റ് ആണെങ്കിൽ അത് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് വാരി ചെയ്യും. ആൻ ഇൻവെസ്റ്റർ മൈറ്റ് ഡിസ്കവർ ആഫ്റ്റർ ദ ഫാക്ട് ദാറ്റ് എ കമ്പനി ഇൻ വിച്ച് ഇറ്റ് ഓൺ സ്റ്റോക്ക് വാസ് ആക്ടിങ് ഇൻ എ മാനർ കോൺട്രറി ടു ദെയർ പ്രിൻസിപ്പിൾസ്. അവരുടെ ഒരു പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആയതിനേക്കാൾ കൂടുതൽ ആ ഈ ഇൻവെസ്റ്റർ എന്താണ് ഡിസ്കവർ ചെയ്യേണ്ടത്, ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള റെസൊല്യൂഷൻസ് പാസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ആ കമ്പനിയുടെ ഫാക്ട്സ് എന്തൊക്കെയാണ്, മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ്, അതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു റിസർച്ച് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ ഈ പ്രിൻസിപ്പിൾസ് അവിടെ ഉണ്ടായിരുന്ന ആ പ്രിൻസിപ്പിൾ മാറ്റം വരുത്താനായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് ദ കമ്പനി ഇൻ വിച്ച് ഇറ്റ് ഓൺ സ്റ്റോക്ക് വാസ് ആക്ടിങ് ഇൻ എ മാനർ കോൺട്രറി ടു ദ വെയർ പ്രിൻസിപ്പിൾ. ഒരു കമ്പനിയുടെ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു തീരുമാനങ്ങളും ആരെടുക്കാൻ പാടില്ല, ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിൽ എടുക്കാനായിട്ട് പാടില്ല. They might learn of a poor record with the environment and questionable corporate governance. Rather than simply sell their stock, the investors would act to correct the problem. ചില സമയത്ത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, അവരുടെ സ്റ്റോക്കുകൾ വിൽക്കുകയും അതുപോലെ തന്നെ ദ ഇൻവെസ്റ്റേഴ്സ് വുഡ് ആക്ട് ടു കറക്റ്റ് ദ പ്രോബ്ലം. ചില സമയത്ത് അവർ ചെയ്യുന്നത് ആ ഇൻവെസ്റ്റേഴ്സ് ആ പ്രോബ്ലം എങ്ങനെയുണ്ട് അത് തിരുത്താനായിട്ട്, അത് ശരിയാക്കാനായിട്ട് ഒരു കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ എടുത്തുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് പ്രോപ്പർ വേയിലേക്ക് അവരെ എത്തിക്കാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യുക, അവരുടെ സ്റ്റോക്ക് വിറ്റ് അവർ ഒഴിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ദേ മൈറ്റ് ലേൺ ഓഫ് എ പുവർ റെക്കോർഡ് വിത്ത് ദ എൻവയൺമെൻറ്റ് ഓർ ക്വസ്റ്റ്യനബിൾ കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അതിലുള്ള മെറ്റീരിയൽ ഫാക്ടേഴ്സിൻ്റെ ഒരു പുവർ റെക്കോർഡാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാനേ സാധിക്കുള്ളൂ, അവരുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് വിറ്റ് പോവാനേ പറ്റുള്ളൂ. അതല്ലാതെ അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും നേരം ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആക്ടിവിസത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ചെറിയൊരു പ്രാധാന്യത്തിനേക്കാൾ കൂടുതലായി മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവരുടെ മാനേജ്മെൻറ്റ് അഫെയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എപ്പോഴാണ് താല്പര്യം ഒരു ആക്ടിവിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എപ്പോഴാണ് അവർ വരുന്നത്, യൂഷ്വൽ കമ്പനിയുടെ റണ്ണിങ്ങിൽ എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഏതെങ്കിലും ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ ഇൻവെസ്റ്റേഴ്സിനോ വരികയാണെങ്കിൽ അവർക്ക് ഹ്യൂജ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആ കമ്പനിയിലുണ്ടെങ്കിൽ അവർക്ക് എന്തായിട്ട് പ്രവർത്തിക്കാവുന്നതാണ്, ഒരു ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡറായിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. അതൊരു ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടോ അതോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, അതായത് ജനറൽ മീറ്റിങ്ങിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതുപോലെ തന്നെ
അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും അവർക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു റോൾ എന്ന് പറയുന്നത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതിൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ മാക്സിമൈസേഷൻ കൂട്ടാനായിട്ട് അവർക്ക് സാധിക്കും. അതിനുവേണ്ടി അവർ ചെയ്യുന്ന 4 മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4 മെത്തേഡ് വഴി അവർക്ക് ആ ഒരു മാനേജ്മെൻറ്റ്, ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം എടുക്കാനായിട്ട് സാധിക്കും. അതിന് ഒരു പുവർ റെക്കോർഡ് വെച്ചുകൊണ്ട് അവർക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലാത്തൊരു പക്ഷമാണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അവർ അതിൽ വരുന്ന ആ തീരുമാനങ്ങളിൽ എടുക്കാനായിട്ട് പോവാതെ, അതായത് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാതെ അവരെന്ത് ചെയ്യേണ്ടി വരും? അവരുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് വിറ്റൊഴിഞ്ഞ് പോവേണ്ടതായിട്ട് വരും. The resolutions are not the first step in shareholders activism. അതേസമയം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും റെസൊല്യൂഷൻ അല്ല. അവിടെയുള്ള ആ കമ്പനിയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സ്റ്റഡി ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത് റിസർച്ച് സ്റ്റഡി നടത്തി ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ഇക്വിറ്റി ഓണേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. എ ഷെയർ ഹോൾഡർ ഡയലോഗ് വിച്ച് ഈസ് എ ഡിസ്കഷൻ ഓർ എ നെഗോഷിയേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് എ ഷെയർ ഹോൾഡർ ഓർ ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഓഫൺ പ്രൊഡ്യൂസ് ദ ചേഞ്ചസ് ഡിസൈഡ് ബൈ ഇൻവെസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അതിന് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷൻ, അതിനുപരി ഒരു ഡിസ്കഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ഒരു ഇൻവെസ്റ്റേഴ്സ് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ മാനേജ്മെൻറ്റിനെ, മുമ്പുണ്ടായിരുന്ന മാനേജ്മെൻറ്റിനെ അറിയിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇറ്റ് മേ ബി ലെസ് കോൺഫറൻഷ്യൽ and the relationship built from the dialogue can lead greater communication between the management and the shareholders. ഇവിടെ കൂടുതലായിട്ട് വരേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഡിസ്കഷനാണ്, അതിനുപരി നെഗോഷിയേഷനാണ്. അതായത് വെറുതെ ഓരോ ഡയലോഗുകൾ ഒരു റെസൊല്യൂഷൻ ഡയലോഗായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാൾ ഉപരി ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും, അത് ഫ്യൂച്ചറിലായാലും റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷമാണെങ്കിലും മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ ഒരു നെഗോഷിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ, കമ്മ്യൂണിക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നടപ്പിലാക്കിയാൽ മാത്രമേ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്ന ആ ആക്ടിവിസം എന്ന് പറയുന്നത് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബട്ട് വെൻ ദ ഡയലോഗ് ഫെയിൽസ് ടു പ്രൊഡ്യൂസ് ദ റിസൾട്ട് ദ ആക്ടിവിസ്റ്റ് seek, they will draft a resolution to be voted on at the next annual meeting. ഇനി ഡിസ്കഷൻ നടത്തി അല്ലെങ്കിൽ നെഗോഷിയേഷൻ നടത്തിയിട്ട് പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ആനുവൽ മീറ്റിങ്ങിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. There are specific rules one must follow to file a shareholders resolution. അപ്പോൾ ഒരു ഷെയർ ഹോൾഡേഴ്സ് റെസൊല്യൂഷൻ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രൊസീജിയേഴ്സ്, അത് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ട് തന്നെ ഫോളോ ചെയ്തിട്ട് വേണം ഈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത് നടപ്പിലാക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ജനറലായിട്ട് നിങ്ങൾക്ക് എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഈസി ആയിട്ട് തന്നെ എഴുതാവുന്നതാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ടു ദ മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം അതിൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴാണ് ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ എന്ത് ചെയ്യുന്നത്? ഈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും? ഹൈ പ്രഷർ ടു ദ മാനേജ്മെൻറ്റിന് ഒരു പ്രഷർ കൂടുതലായിരിക്കും. ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ് ജനറലി ഡോണ്ട് ഹാവ് ടു മച്ച് പവർ ടു ഇൻഫ്ലുവൻസ് ദ മാനേജ്മെൻറ്റ്. ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ മാനേജ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ ശ്രമിക്കില്ല.
This is because they may hold only few hundred or few thousand shares, which is likely to be a relative small percentage of the outstanding stock. എന്താണത് പറയാനുള്ള കാരണം, ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരിക്കലും ഹ്യൂജ് പ്രൊപ്പോർഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവരുടെ കയ്യിലുണ്ടായിരിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ ആകണമെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയുള്ളതായിരിക്കണം, ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റർ ആവാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ പറയുന്നത് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ഒരു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ മെജോറിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. However, activist investors often have more influence for several reasons. അതുകൊണ്ട് തന്നെ ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും പക്ഷേ അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Such investors often purchase or have the ability to purchase large quantities of stock and hence activist shareholders are powerful. അപ്പോൾ ഒരു ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഷെയറുകൾ വാങ്ങിക്കൂട്ടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതായത് അവർക്ക് അത്രത്തോളം പർച്ചേസിങ് പവർ അല്ലെങ്കിൽ എബിലിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യണം. അതായത് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സ്റ്റോക്ക് അവരുടെ കൈവശം വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്ററായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. They may also have a stated desire to replace the existing board. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ബോർഡിനെ മാറ്റാനായിട്ടുള്ള ഒരു ഡിസയർ, ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഒരിക്കലും വരില്ല. ആ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പവർഫുൾ അല്ല, അതിൽ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ മാത്രമേ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വരുന്നുള്ളൂ. As a result, management and the board may be more willing to work with an activist. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ പ്രവർത്തിക്കാനായിരിക്കും ശ്രമിക്കുക, ആ ആക്ടിവിസ്റ്റിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അവരെ പ്രവർത്തിച്ചില്ലെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പോൾ ഒരു ആക്ടിവിസം എന്ന് പറയുന്നത് വരുമ്പോൾ ആ ആക്ടിവിസ്റ്റിൻ്റെ കൂടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കൂടി ചേർന്നുകൊണ്ട് ആ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദ പോയിന്റ് ഈസ് ദാറ്റ് ആക്ടിവിസ്റ്റ് ഓഫൺ ഹാവ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദ മാനേജ്മെൻറ്റ്സ് ടു പ്രൊഡ്യൂസ് റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഒരു ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതും അതോടൊപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഹൈ ലെവലിലേക്ക് എൻഹാൻസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ആ ബോർഡ് ശ്രമിക്കും. This is in turn can make them work harder and cause them to try to find ways to enhance stakeholder value. അപ്പോൾ അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുമ്പോൾ അവർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയും കൂടുതൽ ഹോം വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ഇൻഡയറക്റ്റ്ലി പ്രൈസ്, ഒരു ഷെയർ ഹോൾഡറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടാനും ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ടു ദ മാനേജ്മെൻറ്റിന് എന്താണ് ഹൈ പ്രഷറാണ്. ഈ ഒരു ആക്ടിവിസ്റ്റ് വരുന്നതോടുകൂടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതും മാനേജ്മെൻറ്റിന് എന്ന് പറയുന്നതും എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ എഫിഷ്യൻ്റായിട്ട് അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ് എന്ന് പറയുന്നത് ജനറേറ്റിംഗ് ന്യൂ ഐഡിയാസ്. എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും മാനേജ്മെൻറ്റിനും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർ പുതിയ പുതിയ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ്, മോഡേൺ ടെക്നിക്സ്, മോഡേൺ ഐഡിയാസ്, മോഡേൺ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് അവരുടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതാണ് സെക്കൻഡ് മെറിറ്റ് ആയിട്ട് പറയുന്നത്, ജനറേറ്റിംഗ് ന്യൂ ഐഡിയാസ്. ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഹു എസ്റ്റാബ്ലിഷ് എ ലാർജ് പൊസിഷൻ ഓവർ ടൈം ഓഫൺ ഹാവ് ഐഡിയാസ് അബൌട്ട് ഹൗ മാനേജ്മെൻറ്റ് ഷുഡ് യൂസ് ദ കമ്പനീസ് അസറ്റ്, improve operations
or enhance shareholder value. അതുകൊണ്ട് തന്നെ ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റർ, ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർക്ക് എന്തിനുള്ള ഐഡിയ ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് കൂടുതലായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത്, ആ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അസറ്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പുതിയ മെത്തേഡ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇംപ്രൂവ്ഡ് ഏരിയയിലേക്ക് എൻഹാൻസ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഇങ്ങനെ പ്രവർത്തനങ്ങൾ വളരെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെടും, മാക്സിമൈസ് ചെയ്യപ്പെടും. However, management may or may not be receptive to such ideas. However, the presentation of options and the negotiation end up with the generation of new idea and may provide opportunity for the company to experiment it that hadn't been there in the past. അപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ചെയ്യുന്നത്. അതായത് പുതിയ പുതിയ ഐഡിയാസിനെ ക്രിയേറ്റ് ചെയ്യുകയും അത് ഇന്നോവേറ്റ് ചെയ്യുകയുമാണ് ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ന്യൂ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുകയും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യപ്പെടുകയും എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് പുതിയ പുതിയ മാറ്റങ്ങളെ റിസർച്ച് ചെയ്യുകയും എക്സ്പെരിമെൻ്റ് ചെയ്യുകയും പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മെറിറ്റ് ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സിമൈസ് ചെയ്യുമ്പോൾ വാല്യൂം കൂടി മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഷെയറിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യുന്നതിനൊപ്പം അതിൻ്റെ പ്രൈസും കൂടിയും ഇൻക്രീസ് ചെയ്യുന്നു. ആക്ടിവിസ്റ്റ് മേ എക്വയർ ലാർജ് പെർസെൻറ്റേജ് ഓഫ് കമ്പനീസ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോക്ക് ഇൻ എ റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ ആവാൻ വേണ്ടി അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ ഈ ഷെയറുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് അവർ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ കൂടുതൽ ട്രേഡിങ് അവരുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയറിൽ ഉണ്ടാവുകയാണ്. കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഷെയറിൻ്റെ പ്രൈസ് എങ്ങനെയായിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. In response, other firms and or individuals might attempt to copy these activities by buying the stock as well as in the hope of turning a good profit. അതോടൊപ്പം തന്നെ മറ്റുള്ള ഓർഗനൈസേഷനും ഇത് ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും, കൂടുതലായിട്ട് ഈ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനും ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാനും മറ്റുള്ള ഓർഗനൈസേഷനും ശ്രമിക്കും. This could push the stock price up and ultimately benefit common shareholders. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഈ ട്രേഡിംഗ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്രെയിനിങ് റെഗുലറായിട്ട് നടക്കുന്നത് കൊണ്ട് അവിടെ എന്താണ് ചെയ്യപ്പെടുന്നത്, സ്റ്റോക്കിൻ്റെ വില, ഷെയറിൻ്റെ വില കൂടാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയിൽ കുറേ പർച്ചേസിങ് ആ ഷെയറുകളിൽ വരുമ്പോൾ മറ്റുള്ള ഔട്ട്സൈഡേഴ്സിനെയും കൂടിയും അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Some changes in the management activities can sometimes demand certain changes from existing management. Because of high pressure from shareholders, management has no other option except to hear them and make necessary changes in the management. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നിർബന്ധപൂർവ്വം നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അതായത് ആക്ടിവിസ്റ്റുകൾ പുതിയ ഡിമാൻഡുകൾ വയ്ക്കുകയും അതോടൊപ്പം തന്നെ പുതിയ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ മാനേജ്മെൻറ്റിന് അത് ഫോഴ്സ് ചെയ്യപ്പെടും, എന്തിന്, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടും. ബിക്കോസ് ഓഫ് ഹൈ പ്രഷർ ഫ്രം ഷെയർ ഹോൾഡേഴ്സ്, ഈ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വളരെയധികം പ്രഷർ ഉണ്ടാകുമ്പോൾ മാനേജ്മെൻറ്റ് ഹാസ് നോ അതർ ഓപ്ഷൻ എക്സെപ്റ്റ് ടു ഹിയർ ദം ആൻഡ് മേക്ക് നെസറി ചേഞ്ചസ് ഇൻ ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൽ ആ പറയുന്ന ആ ഒരു കറക്ഷൻസ് നിർബന്ധപൂർവമായിട്ട് നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ ഇൻവെസ്റ്റർ ആക്ടിവിസത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. 4 പോയിൻ്റ് മാത്രമേ ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. വേറെ ഇതിനോട് ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കേണ്ട ഒരു ബേസ് വെച്ചിട്ട് 4 പോയിൻ്റ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ഹൈ പ്രഷർ ടു ദ മാനേജ്മെൻറ്റ്, generating new ideas, increase in the stock price and some changes in the management. ഈ 4 ഫാക്ടേഴ്സാണ് നമുക്ക് ഒരു ഇൻവെസ്റ്റർ ആക്ടിവിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസഡ്വാൻറ്റേജും കൂടിയും പറഞ്ഞിട്ട് വേണം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഷോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഡ്രോബാക്സ്, ഇൻവെസ്റ്റർ ആക്ടിവിസത്തിൻ്റെ ഡ്രോബാക്സും കൂടി പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ, റിഡക്ഷൻ ഇൻ ഷെയർ പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റോക്ക് പ്രൈസിൻ്റെ
വാല്യൂ ആഡ് ചെയ്യാൻ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മെറിറ്റിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഡീമെറിറ്റ് ആയിട്ട് എന്താണ് പറയുന്നത്? റിഡക്ഷൻ ഇൻ ഷെയർ പ്രൈസ്. അതെങ്ങനെയാണ് ഒരു ഷെയർ പ്രൈസ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ആക്ടിവിസ്റ്റ് മേ പർച്ചേസ് ലാർജ് ബ്ലോക്സ് ഓഫ് അസറ്റ്സ്. വെൻ ദാറ്റ് ഹാപ്പൻസ് ദ ഷെയർ പ്രൈസ് മേ ഇൻക്രീസ്. ഹൗവർ വെൻ ദ ആക്ടിവിസ്റ്റ് ഡിസൈഡ്സ് ഇറ്റ് ഈസ് ടൈം ടു സെൽ ദീസ് ഷെയർസ് ഇറ്റ് ക്രിയേറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഡൗൺവേർഡ് പ്രഷർ ഓൺ ദ ഷെയർ പ്രൈസ്. അതായത് ഒരു ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ ആകാൻ വേണ്ടി അവർ ആദ്യം എന്ത് ചെയ്യും? കുറേ വോളിയം ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് അവർ വാങ്ങും. അവർ വാങ്ങിയിട്ട് അവർ ഒരു ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ ആയി അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹ്യൂജ് വോളിയം അവരെന്ത് ചെയ്യും? വിൽക്കും. അപ്പോൾ ഹ്യൂജ് വോളിയം അറ്റ് എ ടൈമിൽ അവർ വിൽക്കുമ്പോൾ ആ ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യപ്പെടും? പർച്ചേസ് ചെയ്യുമ്പോൾ കൂടിയ പോലെ തന്നെ അറ്റ് എ ടൈമിൽ അവർ വിൽക്കുമ്പോൾ ആ ഷെയറിൻ്റെ പ്രൈസ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ആക്ടിവിസം ഫോർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഈ ആക്ടിവിസ്റ്റ് എന്തുകൊണ്ടാണ് ഈ മാനേജ്മെൻറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക വിധത്തിലുള്ള റെസൊല്യൂഷൻസ് പാസ് ചെയ്യുന്നത്? ആ ആക്ടിവിസ്റ്റിൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതായത് അദ്ദേഹത്തിന് ആ മാനേജ്മെൻറ്റിൽ കയറി പറ്റിക്കൊണ്ട് അവരുടെ വാല്യൂ എന്ന് പറയുന്നത് ആഡ് ചെയ്യണം. ആ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സണൽ ഇൻട്രസ്റ്റിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഒരു ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നത്. അല്ലാതെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു താല്പര്യം അവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. Activist firms often try to convince existing shareholders and the media to understand and buy into their agenda, but at the end of the day, they may be looking out primarily for themselves and doing what is in their best interest. അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ അതുപോലെ തന്നെ മീഡിയനെയും അവർ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടി വരും. പക്ഷെ അത് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും. ഇൻ ഷോർട്ട്, ഇറ്റ് വുഡ് ബി വൈസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ടു കീപ് റിമെമ്പർ ദിസ് വെൻ ലിസണിങ് ടു ആൻ ആക്ടിവിസ്റ്റ് അജണ്ട ഇൻ ദ പ്രസ്. അപ്പോൾ ആ മീഡിയനൊക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും അവർ എന്തൊക്കെയാണ് പുറത്തേക്ക് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക് ഫാക്ടർ എന്തായിരിക്കും? അവരുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് ആയിരിക്കും അവിടെ മാനേജ്മെൻറ്റിനെ കൊണ്ട് നിർബന്ധമായിട്ട് എടുപ്പിക്കുന്നത്. തേർഡ് ഡീമെറിറ്റ്, ആക്ടിവിസ്റ്റ് ആർ നോട്ട് ഓൾവേസ് റൈറ്റ്. അവർക്ക് ശരിയായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണമെന്നില്ല. ഇവിടെ പറയുന്നത് മെനി ഇൻഡിവിജ്വൽസ് തിങ്ക് ദാറ്റ് ആക്ടിവിസ്റ്റ് ആർ സച്ച് സ്മാർട്ടർ ദാൻ ദ ആവറേജ് ഇൻവെസ്റ്റർ ബിക്കോസ് ദേ ഹാവ് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ഓൺ ദ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഷെയർസ്. അപ്പോൾ സാധാരണയുള്ള ഒരു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ആണ് ഈ ഒരു മറയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെന്തായിരിക്കും ചിന്തിക്കേണ്ടാവുക? ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ആൾ വളരെയധികം പ്രൊഫഷണൽ ആയിരിക്കും, അവർ വളരെയധികം എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിരിക്കും, അതുകൊണ്ടാണ് ഒരു ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്നത് നടത്തുന്നത് എന്നായിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. അവരുടെ ഒരു വിശ്വാസം അങ്ങനെയായിരിക്കും. ദർ ഈസ് എ ബിലീഫ് ദാറ്റ് ആക്ടിവിസ്റ്റ് മേ ഹാവ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി കോൺടാക്ട്സ് ആൻഡ് ആക്സസ് ടു വാല്യുബിൾ ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് വിചാരിക്കും അവർക്ക് ഒരു ഇൻഡസ്ട്രി കോണ്ടാക്റ്റുകൾ വളരെയധികം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കുറേ കളക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ബേസിക് വെച്ചുകൊണ്ടായിരിക്കും അവരിങ്ങനെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആകുന്നത് എന്നുള്ളതായിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് വിചാരിക്കുന്നത്. പക്ഷേ their timing can be off and they can lose money or become involved in situations that take an എക്സ്ട്രാ ലോങ് ടൈം ടു റിക്കവർ. അതേസമയം അവിടെ എടുത്തിട്ടുള്ള ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മോശമായിട്ടുള്ളത് ഒരു അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനം മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ബി കീപ് ദിസ് ഇൻ മൈൻഡ് വെൻ ദ ടെംപ്റ്റേഷൻ അറൈസസ് ടു കോപ്പി ആൻ ആക്ടിവിസ്റ്റ് ബൈയിങ് ആൻഡ് സെല്ലിങ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡറുടെ ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്ന സ്പെക്കുലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവരെ ഫോളോ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കാര്യം കൂടി മൈൻഡിൽ വെക്കണം. അതായത് അവർക്ക് എപ്പോഴും ഒരു ഇൻഡസ്ട്രിയൽ കോണ്ടാക്റ്റോ അതും അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ഇൻഫോർമേഷൻ്റെ ബേസിലായിരിക്കണമെന്നില്ല അവർ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് അതായത് ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇൻവെസ്റ്റേഴ്സ് ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സിനെ
ഒരു റോൾ മോഡലായിട്ട് കണക്കാക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടത്. അത് ചില സമയത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പോകാനും അത് വലിയൊരു നഷ്ടത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഡീമെറിറ്റ് ആയിട്ട് പറയാവുന്നത് ആക്ടിവിസ്റ്റ് ആർ നോട്ട് കൺസിസ്റ്റൻറ്റ്. ഈ സ്പെക്കുലേറ്റീവ് ട്രേഡേഴ്സ് ഒരിക്കലും അത് ലോങ് പീരീഡിൽ അവർ എന്തായിട്ട് നിൽക്കുന്നില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അവരുടെ ഒരു ഉദ്ദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരത് വിൽക്കാനും അതോടുകൂടി ആ ഷെയറിൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദേ മേ അക്വയർ ഷെയർസ് ആൻഡ് ഹോൾഡ് ഇറ്റ് ഫോർ ഇയേഴ്സ്. അപ്പോൾ ഒരിക്കലും അവർ കൺസിസ്റ്റൻ്റ് ആവില്ല. ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡറായിട്ട് ലോങ് പീരീഡിൽ അവരൊരിക്കലും വർക്ക് ചെയ്യില്ല. ഇഫ് ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ ദാറ്റ് ദേ വിൽ win board seats or get the company to accept their agenda, they may drop their shares immediately. അതുപോലെ തന്നെ അവരുടെ ഷെയർസ് ലോങ് പീരീഡിൽ ഹോൾഡ് ചെയ്യില്ല. അതുപോലെ തന്നെ അവർക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിന് നിർബന്ധമില്ല. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ആക്ടിവിസ്റ്റ് മേ ഹാവ് എ വെരി ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഫ്രം ദ ആവറേജ് ഇൻവെസ്റ്റർ. ഒരു ആവറേജ് ഇൻവെസ്റ്ററേക്കാളും തികച്ചും മാറിയൊരു ചിന്താഗതിയായിരിക്കും ഈ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റേഴ്സിനുണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ ഒരു മൈൻഡിൽ വരുന്നൊരു കാര്യം എക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഒരു ഐഡിയയിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവറേജ് ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും ഇത് സക്സസ്ഫുള്ളായിട്ട് വരില്ല. ദേ മേ ഓൾസോ ബി മോർ വില്ലിങ് ആൻഡ് ഫിനാൻഷ്യലി ഏബിൾ ടു ആക്സെപ്റ്റ് എ ലോസ് ഓൺ ദെയർ ഹോൾഡിങ്. അതുപോലെ തന്നെ അവർ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ആക്ടിവിസ്റ്റ് ഷെയർ ഹോൾഡറായിട്ട് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ചെറിയൊരു നഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനും അത് മീറ്റ് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ആവറേജ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ വരുന്ന നഷ്ടം സഹിക്കാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. Again, investors who are looking to or are considering copying an activist might be better to keep this in mind. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 4 ഡ്രോബാക്കും ആര് മൈൻഡിൽ വെച്ചിരിക്കണം? ഒരു ആവറേജ് ഇൻവെസ്റ്റർ ഒരു സ്പെക്കുലേഷൻ ബിസിനസ് ഒരു ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റർ ചെയ്യുമ്പോൾ മൈൻഡിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. 4 മെയിൻ ഡ്രോബാക്കാണ് ഞാൻ പറഞ്ഞത്. ചില സമയത്ത്, അതായത് ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റർ അവരുടെ സ്റ്റോക്ക് വിൽക്കുന്ന സമയത്ത് ഷെയറിൻ്റെ വില കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ആക്ടിവിസം എന്ന് പറയുന്നത് അവർ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും ഈ മീഡിയേനെയും അതുപോലെ തന്നെ ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു റെസൊല്യൂഷനിലേക്ക് വരുന്നത്. പിന്നീട് അവരത് ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ആവറേജ് ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഈ ആക്ടിവിസ്റ്റിന് റൈറ്റ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഒരു റൈറ്റ് എന്ന് പറയുന്നത് കുറവായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു റോൾ മോഡലായിട്ട് സ്പെക്കുലേഷൻ ബിസിനസ്സിലേക്ക് പോകുന്ന ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ആവറേജ് ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർക്ക് നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത്രയാണ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇൻട്രഡക്ഷൻ പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ആ റെഫറൻസും കൂടിയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പേജ് നമ്പർ 109 11ാമത്തെ റെഫറൻസാണ് ഇന്ന് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത്. വൈ വി റെഡിയുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് ദ ഗവേണൻസ് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ റിവ്യൂ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.